നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ അത് തിരുത്തിയില്ല, നിസാരമാക്കി, വിട്ടുവീഴ്ച ചെയ്ത് കളഞ്ഞ അള്ളാഹു നിന്നെ വിടത്തില്ല വാപ്പാ. നീ നാളെ പരലോകത്ത് അള്ളാഹു നിന്നെ നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നാളെ പടച്ചവനെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം ഉറുമ്പിന്റെ രൂപത്തിലാണ് അല്ലാഹ് അവരെ കൊണ്ടുവരുന്നത്. നബി തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ സ്വഹാബാ? നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫീ സൂരിർ റിജാൽ യഗ്ശാഹുമുദ് ദുല്ലു മിൻ കുല്ലി മകാൻ. നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരികയാണ് ഉറുമ്പിന്റെ രൂപത്തിൽ അല്ലാഹു നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട്. അവര് നാണം കെട്ടവരായിട്ടാണ് കടന്നു വരുന്നത്. അവര് കള്ള് കുടിച്ചവരല്ല, അത് വ്യഭിചരിച്ചവരല്ല, പലിശ തിന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, ശിർക്ക് ചെയ്തവരല്ല. പിന്നെ അവരാരെന്നറിയുവോ? അഹങ്കാരികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുള്ളവരുണ്ടല്ലോ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. അതുകൊണ്ട് പടച്ചവനെ, അഹങ്കാരികൾ എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേക്കണം, എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ പരിഗണിക്കണം. പടച്ചവനെ, ജനങ്ങളുടെ മുമ്പിൽ വലിയവനാകാ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, പരസ്യമായിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ടല്ലോ, ഫ്ലക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പാവപ്പെട്ടവനെ പുച്ഛമാടോ, അവനെ വല്ലാത്ത അവഗണനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജനങ്ങളുടെ മുമ്പിൽ വലിയവനാകാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അല്ലാഹു നാളെ നിന്നെ കൊണ്ടുവരികയാണ് ഉറുമ്പിന്റെ രൂപത്തില്. ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ. കറുത്ത ഒരു ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? അതുപോലെ ചെറിയ ഒരു മനുഷ്യനാക്കി നാണം കെടുത്തി അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? നിന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗം അഹങ്കാരമുള്ളവർ. എല്ലാവരുടെ മുമ്പിൽ എന്നെ കാണുമ്പോ എഴുന്നേക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, ഞാൻ വലിയവനാണെന്ന് പറയണം, അതിനുവേണ്ടി ജീവിക്കുന്നവരുണ്ട്. നാളെ ഉറുമ്പിന്റെ രൂപത്തിൽ നാണം കെടുത്തിയിട്ട് അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കാർക്കെങ്കിലും അഹങ്കാരമുണ്ടോ? നമുക്കാർക്കെങ്കിലും അഹങ്കാരമുണ്ടോ? അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഒരു കള്ളം പറഞ്ഞു, അല്ലാഹു പുറത്തേരുമാറാകട്ടെ, അല്ലാഹു പുറത്തേരുമാറാകട്ടെ. ഈ പൊക്കിയത് തന്നെ എന്തിനാ നരച്ചിക്ക്? ഈ പൊക്കിയതിലുണ്ടല്ലോ ശൈത്താൻ പല രൂപം നോക്കുന്ന. ഒരു മഹാന്റെ അടുക്കൽ ചെന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു അത്രേ, 40 കൊല്ലമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ ഞാൻ നടക്കാം, ഞാൻ തോറ്റു, ഞാൻ പോവാ, നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല, ഞാൻ പോവാ. അങ്ങനെ 40 കൊല്ലമായിട്ട് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോറ്റുപോയി, ഈ പണി നിർത്തിയിട്ട് ഞാൻ പോവാന്ന്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ എന്തെന്നറിയോ? നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ലെന്ന്. ഇങ്ങനെ പറയുമ്പോഴെങ്കിലും മനസ്സിൽ എന്തെങ്കിലും തോന്നുമല്ലോ, അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞു, എടാ നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ അടയാളമുണ്ടോ നോക്ക്. ഈ പറയുന്ന അടയാളം നിനക്കുണ്ടെങ്കിൽ നിനക്ക് അഹങ്കാരമുണ്ട്, ഇല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരടയാളം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഒരടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ദുസ്വഭാവം നിനക്കുണ്ടോ എന്ന് നോക്ക്.
എന്താണ് അടയാളം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് ഉമർ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. അതാ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ ഉമർ തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. സുബഹിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. അവിടെ ഫാത്തിഹ ഓതി സൂറത്ത് ത്വാഹ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നിട്ട് പള്ളിയുടെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കുത്തിക്കേറ്റി. എന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി താഴെയിട്ടു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. പടച്ചവനെ, എല്ലാവരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ തങ്ങൾക്കും മനസ്സിലായി ഇനി നിസ്കരിക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അവിടത്തെ ശരീരം തളരുകയാ. ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരെങ്കിലും കേറി നിന്ന് നിസ്കരിക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. അതാ മുമ്പിലേക്ക് കേറി നിന്ന് നിസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ ഉമർ തങ്ങൾ കിടക്കുമ്പോ എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുന്നുണ്ട്. എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുന്നുണ്ട്. എല്ലാവരും ഉമർ തങ്ങളോട് സമാധാനിപ്പിക്കുന്നുണ്ട്. പല ഉപദേശങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വരികയാ. ഒരു ചെറുപ്പക്കാരൻ വരികയാ. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഉമർ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഉമറേ, നീ ആരായിരുന്നെന്നറിയുവോ? ഉമറേ, നീ ആരായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയവനാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയവനാ. അല്ലാഹുവേ, അങ്ങനെയുള്ള നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയല്ലേ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയ, രണ്ടാമത്തെ ഖലീഫയല്ലേ? ഉമർ തങ്ങളെ, നിങ്ങളെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ലല്ലോ. നിങ്ങളെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ലല്ലോ. യുദ്ധം ഹറാമായ ഈ നാട്ടിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദാകാൻ പറ്റിയില്ലേ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയില്ലേ? ഇതിനേക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ ചിരിക്കുകയാ, സന്തോഷം കൊണ്ട് കരയുകയാ. അവസാനം ഈ ചെറുപ്പക്കാരൻ മടങ്ങി പോവുകയാണ്. ഉമർ തങ്ങളോട് സലാം പറഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങള് ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ ഒന്ന് നിൽക്കടാ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അതല്ലാഹ് ഇഷ്ടമില്ലാത്ത കാര്യമാ.
നിര്യാണിക്ക് താഴെ വസ്ത്രമിടുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ പറയുകയാണ്, നിര്യാണിക്ക് താഴെ വസ്ത്രമിടുന്നത് പടച്ചവൻ ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്ന കാര്യമാണ്. മോനെ, അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ് വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മോനെ, നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് കൊടുക്കണേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒന്നെഴുന്നേക്കണേ വാപ്പാ, എല്ലാരും ഒന്നെഴുന്നേക്ക്, എല്ലാവരും ഒന്നെഴുന്നേക്ക്. എന്നിട്ട് നിനക്ക് അഹങ്കാരമുണ്ടോ എന്ന് നീ തന്നെ നോക്ക്. നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം നിര്യാണിക്ക് താഴെയാണോ? നിര്യാണിക്ക് താഴെയാണോ? അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ലാ യദ്ഖുലൂനൽ ജന്ന, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിര്യാണിക്ക് താഴെ വസ്ത്രം ഇടുന്നത് അഹങ്കാരത്തിന്റെ അടയാളവാ. മുണ്ടൊന്നും എല്ലാരും പൊക്കി ഉടുത്തിട്ടിരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കരുത്. റോഡ് തൂക്കുന്നതിന് പകരം ചില ഉപ്പമാര് നടന്നാ മതി. എന്തിനാ മിറ്റം തൂക്കുന്നത്? താത്ത, നിന്റെ ഇച്ഛ. ഇവിടെ എന്താ പറയാ ഭർത്താവിന് എന്താ പറയാന്ന്? ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്ന് പറയും, കാസർഗോഡ് ഇച്ച എന്ന് പറയും, ഇവിടെ എന്തോ പറയും? ഇക്കാന്നാണ് പറയുന്നത്. പുതിയ അപ്പളെന്ന് പറയുന്ന ആര്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു ഭർത്താവിനെ ഭാര്യ വിളിച്ചത് എടാന്ന. ഒരു ഭാര്യ ഭർത്താവ്, ഇന്നങ്ങനെ ട്രെൻഡ് എങ്ങനെ? ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്ക, എടാ പാടാ പോടാ. സുബ്ഹാനല്ലാഹ്. ചിലര് പിന്നെ ഭർത്താവിന്റെ പേരാ വിളിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല, ആലോചിക്കുക. ഇന്ന് ഭർത്താവിന്റെ പേര് വിളിക്കുന്ന അവസ്ഥ. പണ്ടത്ത് പറയും കുട്ടികളുടെ ഉപ്പ, നിങ്ങള്, ഇജ്ജ്, അങ്ങനല്ലേ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുക, ഇജ്ജ് എന്നൊക്കെ അല്ലേ. ഇപ്പൊ അതൊക്കെ മാറി എടാ വാടാ പോടാന്നാ ഭർത്താവിനെ വിളിക്കുന്നത്. ഈനാമ്പെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ പലതിങ്ങനെ. ഇത് പറയുമ്പോ ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദെ, അലിയാര് തങ്ങളെ ഫാത്തിമ ബീവി ആ അലി എന്നല്ലേ വിളിച്ചേ? ഫാത്തിമ ബീവി അലിയാര് തങ്ങൾ എന്താ വിളിച്ച? അലി എന്നാ വിളിച്ചേ അല്ലേ? അതുകൊണ്ട് ഞാൻ വിളിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? മസലയൊക്കെ പഠിച്ചു വെച്ചിരിക്കുക, അറിവ് കൂടിപ്പോയി, അതുകൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമിനാത്ത, ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ അലി എന്നല്ല വിളിച്ചേ, യാ അലി എന്നല്ലേ വിളിച്ചേ. കാരണം അർത്ഥം അറിയോ? ഭർത്താവിനെ പേര് വിളിക്കുന്നവരുണ്ട്. അല്ലാഹു അലം. അങ്ങനൊക്കെ വിളിച്ചത് കൊണ്ടാ എടാ വാടാ ബന്ധമായി പോയത് കൊണ്ടാ തലതിരിഞ്ഞു പോയത്. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് പുതിയ ട്രെൻഡാ. ഇന്ന് പെണ്ണുങ്ങള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പേര് മാറി, പെണ്ണുങ്ങളുടെ പേര് മാറി. ഇപ്പൊ എന്റെ ഭാര്യയുടെ പേര് സുമയ്യ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ പേര് മാറത്തില്ലേ? എങ്ങനെ മാറും? സുമയ്യ സിറാജ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പേര് മാറും, ഭർത്താവിന്റെ പേര് കൂടെ അങ്ങ് ചേർക്കും. പുതിയ ട്രെൻഡാ. ചേർക്കാൻ പാടുണ്ടോ? ചേർക്കാൻ പാടുണ്ടോ? ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അനുവാദമുള്ളൂ. ആരുടെ പേര്? ആരുടെ പേര്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഫാത്തിമ അലി എന്നായിരുന്നോ? ആയിരുന്നോ? അല്ല. ഒരാളുടെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. ആരുടെ പേര്? അത് അവന് ജന്മം കൊടുത്ത പിതാവിന്റെ പേര്. വാപ്പയുടെ പേര് മാത്രമേ ഒരു ആളുടെ പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റൂ. അതാണ് ഫാത്തിമ, അതാ മഹദി ആയിഷ ബീബി ആയിഷ പറയുന്ന ഫാത്തിമ ബീവിയുടെ പേരാണെങ്കിലും ആയിഷ ബീവിയുടെ പേരാണെങ്കിലും ആയിഷ സിദ്ദീഖ എന്നായിരുന്നു ആയിഷ ബീവിയുടെ പേര്. വാപ്പയുടെ പേരാണ് കൂടെ ചേർക്കേണ്ടത്. ഭർത്താവിന്റെ പേര് ഭർത്താവ് എപ്പോ വേണമെങ്കിലും തേച്ചിട്ട് പൊക്കളയും, പിന്നെ ആധാർ തിരുത്താൻ നടക്കണം. നിന്റെ ഭർത്താവിന്റെ ബന്ധമെന്താ? ഓൻ വേറെ കണ്ട ഓയ്ക്കളയും, നീ പിന്നെ എത്ര തിരുത്താൻ നടക്കും? വാപ്പ പോത്തില്ലല്ലോ.
അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ട്രെൻഡിന്റെ പുറകിൽ എല്ലാവരും പുതിയ പുതിയ ട്രെൻഡുകൾ തേടിയിട്ട് നടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടരുത്. ഭർത്താവ് ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് നടക്കുക, വീടിന് മുറ്റം തൂക്കുന്നതിന് പകരം ഇക്കാനെ ഇങ്ങനെ പുറത്തൂടെ നടത്തിയാൽ മതി. അതവസ്ഥ, ഇങ്ങനെ തൂത്തോണ്ട് നടക്കും. അങ്ങനെ നടക്കല്ലേ വാപ്പ, അള്ളാഹുവിന് കോപമാ. രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടമല്ല. ഈ കിടക്കണ സമയത്ത് കമിഴ്ന്ന് കിടക്കൂലേ? കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരില്ലേ? കമിഴ്ന്നല്ലേ പറയാ? എനിക്ക് ഇങ്ങടങ്ങ് ഭാഷ എൻ്റെ ഭാഷയും വ്യത്യാസമുള്ളൂ. പേടിച്ചിട്ടാ, എന്തെങ്കിലും ആയിപ്പോയ പേടി, അള്ളാഹുമാറാകട്ടെ. ഇങ്ങനെ കമിഴ്ന്ന് കിടക്കൂലേ? ചിലര് കിടന്നുറങ്ങുന്നത് ഇങ്ങനെ. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉറക്കവാ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ആ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ മുണ്ടും വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുക. ചെറുപ്പക്കാരുടെയൊക്കെ പാൻറ്, സുബ്ഹാനല്ലാഹ്, ബാത്റൂമിലൊക്കെ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെരിയാണിക്ക് താഴെ ഇട്ടിട്ട് കീറി പറഞ്ഞിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ച് നജസ്സുവാക്കി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രം പൊക്കി കൊടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചിലർക്ക് താഴ്ന്നു കിടക്കും. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം അങ്ങനെ താഴുമായിരുന്നു. കാരണം അത് ചിലർക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരികളെ അള്ളാഹു നാളെ നാണം കെടുത്തി പരലോകത്ത് കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗമാരാം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ പരലോകത്ത് അല്ലാഹു നാണം കെടുത്തിക്കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. ഇന്ന് വഴുത് കഴിഞ്ഞു പോവുകയാണ്. അവസാനം ദുആ ചെയ്തിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അതാ നടന്നു പോകുന്ന വഴിയിൽ ഒരു കമ്പ് കിടക്കുകയാണ്, ഒരു കല്ല് കിടക്കുകയാണ്, ഒരു കുപ്പി കിടക്കുകയാണ്. അല്ലാഹുവേ, ആ വഴിയിൽ കിടക്കുന്ന കമ്പ് നീ ഒന്നെടുത്തു മാറ്റിയാ, ആ കല്ലൊന്ന് നീ എടുത്തു മാറ്റിയാ, അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്തിന് വലിയ സന്തോഷമായി, സ്വഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സഹാബത്തേ, നരകത്തിലേക്ക് പെട്ടെന്ന് വീഴുന്ന ഒരു പാപം പറഞ്ഞു തരാ. നരകത്തിലേക്ക് പെട്ടെന്ന് വീഴുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെ. ഉദാഹരണം പറഞ്ഞതെന്തെന്നറിയുവോ? പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ, കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ നരകത്തിലേക്ക് വീഴുന്ന പാപമാ. അല്ലാഹുവേ, ആരാണെന്നറിയുവോ? ആ പാപം ഏതാണെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമിനോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരല്ലേ? ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കാണാതെ അറിയാത്ത ആരുമില്ലല്ലോ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാണ്. ഒരു സൂറത്തെങ്കിലും നിനക്കറിയുമല്ലോ. ഒരായത്ത് പഠിച്ച ഉമ്മ ഓർമ്മയുണ്ടോ? ഉമ്മ, ആ പഠിച്ച സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ പഠിച്ച ആയത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? 30-ാമത്തെ ജുസുവിലെ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരല്ലേ? ഓർമ്മയുണ്ടോ പെങ്ങളെ? ഓർമ്മയുണ്ടോ പെങ്ങളെ? ഓർമ്മയില്ലെങ്കിൽ നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപം ഏതെന്നറിയോ? അത് അള്ളാന്റെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയലാ.
അതൊരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞവരാ നമ്മള്. സമയമില്ലല്ലോ, നമുക്ക് സമയമില്ലല്ലോ, ഒന്നോതാ സമയമില്ലല്ലോ, അതൊക്കെ ഒന്നോതിയെടുക്കാ സമയമില്ലല്ലോ, അതൊക്കെ ഉസ്താദന്മാരുടെ പണിയല്ലേ. നമുക്കത് നിസാരമല്ലേ സഹോദരാ, അത് നിസാരമല്ലേ സഹോദരാ. നമുക്കതിന്റെ വിലയറിയുന്നില്ല, മഹത്വമറിയുന്നില്ല. എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്. അതാരെങ്കിലും മരിക്കുമ്പോ എടുക്കുന്ന ഗ്രന്ഥമായി മാറിയല്ലോ, റമദാനിൽ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമായി മാറിയല്ലോ. പെങ്ങളെ, നിനക്കാ ഖുർആനിനെ കുറിച്ചറിയാനട്ടാ, നിനക്കാ ഖുർആനിനെ കുറിച്ചറിയാനട്ടാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാ. ആ ഖുർആനെങ്ങാനും അല്ലാഹു ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആനിന്റെ മഹത്വം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവർ വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഖുർആൻ പഠിച്ചിട്ടില്ല, ഓതാനറിയില്ല, ഞാനൊരു സൂറത്ത് പോലും പഠിച്ചിട്ടില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരാ. അള്ളാന്റെ ഖുർആൻ കേൾക്കാത്ത ആരുമില്ല, അള്ളാന്റെ ഖുർആൻ കേൾക്കാത്ത ആരുമില്ല. എല്ലാവരും കേട്ടവരാ, എല്ലാരും കേട്ടവരാ. ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല അള്ളാന്റെ ഖുർആൻ. നിങ്ങൾ കളിയാക്കും ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതാണെന്ന് കരുതിയോ? അല്ല പെങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നിന്റെ മുമ്പിൽ ഓതപ്പെട്ടിട്ട് ആ ആയത്ത് നീ കേട്ടിട്ട് അതിനെ നീ ആദരിച്ചില്ലെങ്കിൽ, അതിനെ നീ പരിഗണിച്ചില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. നിന്റെ ജീവിതം ഇങ്ങനെ തകരാറുള്ള കാരണമെന്താ? ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നീ സാമ്പത്തികമായി തകർന്നു പോയില്ലേ? നിന്റെ കച്ചവടം മുഴുവനും തകർന്നില്ലേ? സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നീയൊക്കെ തകർന്നു പോയില്ലേ? ഇന്ന് പണമില്ലല്ലോ, പഴയതുപോലെ സന്തോഷമില്ലല്ലോ, പഴയതുപോലെ സമാധാനമില്ലല്ലോ. പടച്ചവൻ ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിനക്ക് 2 നില വീടുണ്ടല്ലോ, ആവശ്യത്തിന് പണമുണ്ടല്ലോ, ധരിക്കാൻ വസ്ത്രമുണ്ടല്ലോ, സഞ്ചരിക്കാൻ വാഹനമുണ്ടല്ലോ, കൂടെ കിടക്കാൻ ഭാര്യയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു 3 4 മക്കളെ തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു എല്ലാം നിനക്ക് നൽകി. എന്നിട്ടും നീ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി ഉസ്താദ്, മരിക്കാൻ തോന്നുകയാ. പെങ്ങളെ, അല്ല നിനക്കെല്ലാം തന്നില്ലേ? എത്ര പവൻ സ്വർണമുണ്ടെന്ന് നിനക്കറിയില്ല, എത്ര ജോഡി വസ്ത്രമുണ്ടെന്ന് നിനക്കറിയില്ല. അതാ നിനക്ക് താമസിക്കാം 3 4 നിലയതാ 5 റൂമുകൾ നിനക്ക് വീട്ടിലുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, അല്ല എല്ലാം നിനക്ക് നൽകി. എന്നിട്ടും നീ പറയുന്ന ഉസ്താദേ മക്കളെ ഓർത്തിട്ടാ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കാരണമാ. എന്തേതിന്റെ കാരണമെന്നറിയോ? അല്ലാഹു നിന്നെ തകർക്കാനുള്ള കാരണം പറയാ, അല്ല നിന്നെയൊക്കെ തകർക്കാനുള്ള കാരണം പറയാ. നിന്റെ ജീവിതത്തിൽ ഇത്രയും നഷ്ടം വരാനുള്ള കാരണമെന്താ? അല്ലാഹുവേ, അതിന്റെ കാരണമെന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിനെ നീ പരിഹസിച്ചതിന് അല്ലാഹു തന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തതിന് റബ്ബ് നിനക്ക് തന്ന ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്നെ അല്ലാഹു തകർത്തു കളയും. സാമ്പത്തികമായി റബ്ബ് നിന്നെ തകർക്കുകയാണ്, നിന്റെ കച്ചവടങ്ങൾ അല്ലാഹു തകർക്കുകയാണ്, വലിയ നഷ്ടങ്ങളിലേക്ക്
അള്ളാഹു നിന്നെ എത്തിക്കുകയാണ്. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഇന്ന് നിന്റെ ജീവിതം ഉരുകുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം തകർന്നു പോയല്ലോ. ഇനി അതുമാത്രമല്ല, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ചിലർ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ കണ്ണ് കാണുന്നില്ല, അവന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തടയുകയാണ്, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കണ്ണ് കാണുമായിരുന്നു, എന്റെ ചെവി കേൾക്കുമായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവരെ? കണ്ണ് കാണുന്നില്ല റബ്ബേ, ചെവി കേൾക്കുന്നില്ല റബ്ബേ, എന്തു പറ്റി പടച്ചവന്? അല്ലാഹ് പറയുകയാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നീ അല്ലാഹുവിന്റെ കലാമ് പരിഗണിച്ചില്ലല്ലോ, എന്റെ ഖുർആനിനെ പരിഗണിച്ചില്ലല്ലോ. നീ അതിന് സാരമാക്കി തള്ളിയവനല്ലേ, പൊട്ടൻ കളിച്ചവനല്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ. നാളെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരികയാണ്. ആരെയാ? കള്ളു കുടിച്ചവനെയല്ല, വ്യഭിചരിച്ചവനെയല്ല, പലിശ തിന്നവനെയല്ല, നിസ്കരിക്കാത്തവനെയല്ല, സിർക്ക് ചെയ്തവനെയല്ല, ഖുർആൻ പഠിച്ചവനെയല്ല, ഖുർആൻ പഠിപ്പിക്കുന്നവനെയല്ല. പിന്നെ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളഞ്ഞ വാപ്പാ, നിന്നെ നാളെ പരലോകത്ത് അല്ലാഹു നാണം കെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ കളിക്കല്ല ഖുർആനിനോട്. നിങ്ങൾ ആദരിക്ക്, നിങ്ങൾ ബഹുമാനിക്ക്, അതിന് നൽകേണ്ട സ്ഥാനം കൊടുക്ക്. അല്ലാഹുവേ, ഖുർആനിന്റെ തണലിൽ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്.